ക്യൂൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതുപോലത്തെ ഒരു ക്യാനിനെ ഞാൻ അടിപൊളിയാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് അതിനെ കഴുകി നീറ്റാക്കി എടുക്കാം. അതിന് ശേഷം ഈ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ഒരു ബേസ് കോട്ട് അടിക്കാം. ഒരു തവണ അടിച്ചാൽ മതി. നല്ല നീറ്റായി അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഒരു പിങ്കും ഒരു വൈറ്റും അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് കളർ തന്നെ മതിയാവും. പിന്നെ പെൻസിൽ ഞാൻ ഇവിടെ ഡോട്ട് ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിങ്കിൻ്റെ ഒരു ഷെയ്ഡുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് ഞാൻ വൈറ്റും ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പിങ്ക് ഇതുപോലെ 4 ഇതിലേക്കാക്കി മാറ്റിയിട്ട് അതിലേക്ക് വൈറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ലൈറ്റ് ആവും. ഈ പിങ്കിന് തന്നെ ഡാർക്ക് ആക്കണമെങ്കിൽ കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വൈറ്റ് 1 ഡ്രോപ്പ് 2 ഡ്രോപ്പ് 3 ഡ്രോപ്പ് അങ്ങനെ ആഡ് ചെയ്ത് കളർ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൽ 4 പിങ്കിൻ്റെ 4 വേരിയേഷനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് കളറ് ലൈറ്റായി പോയതിനാൽ ഞാൻ വീണ്ടും കുറച്ച് പിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റത്തെ കളർ ഞാൻ നേരിട്ട് അതുപോലെ തന്നെ ഉപയോഗിക്കുകയാണ്. പിന്നെ 3 ഷെയ്ഡുകളാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഞാൻ നേരിട്ട് തന്നെ പിങ്ക് ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്യാനിൻ്റെ ചുറ്റും നമുക്ക് ഈ കാണുന്നത് പോലെ ഡോട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ആ 2 ഡോട്ടുകളുടെ ഗ്യാപ്പിൽ നെക്സ്റ്റ് ലൈൻ ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഷെയ്ഡ് അതും ഈ ക്യാനിന് ചുറ്റും ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ 3rd ഷെയ്ഡ് ഈ സെക്കൻഡ് ലൈനിൻ്റെ ഡോട്ടുകളുടെ ഗ്യാപ്പിൽ ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കുക. അതുമാതിരി 4th ഷെയ്ഡും ഇതുമാതിരി 4 ഷെയ്ഡ് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതും ഈ സെയിം പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് സെയിം ഷേപ്പിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ പെന്നോ അല്ലെങ്കിൽ ബ്രഷിൻ്റെയോ ബാക്ക് സൈഡ് കൊണ്ട് ഈ ഡോട്ടുകളുടെ വലുപ്പം നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ 4 ഷെയ്ഡും ഒരേ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഡോട്ട് ചെയ്തെടുക്കുമ്പോൾ പെയിൻറ്റ് ആവശ്യത്തിന് ലൂസ് വേണം. പുതിയ പെയിൻറ്റൊക്കെ തന്നെ ആവുമ്പോൾ അത്യാവശ്യത്തിന് ലൂസ് ഉണ്ടാവും. അപ്പോൾ ഉപയോഗിച്ച് അത് കട്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ലൂസ് കൂടാനും പാടില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ ഈ വൈറ്റ് അക്രിലിക് കൊണ്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബാക്ക് സൈഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്ത് ഇത് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുകൾ ഭാഗത്ത് സെയിം ഇതിൽ തന്നെ ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ 3 ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നടുക്കിൽ ഗ്യാപ്പിൽ ഈ സെയിം പെൻസിൽ കൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ട് ഞാൻ ഡോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ഫുള്ളും ഇതുപോലെ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഡോട്ടിന് ചുറ്റും ഈ പിങ്ക് ഡോട്ടിന് ചുറ്റും ഞാൻ ഈ ബ്രഷ് കൊണ്ട് വൈറ്റ് ഉപയോഗിച്ച് ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഈ ക്യാനിന് ചുറ്റും ചെയ്തെടുക്കുക. താഴത്ത് വൈറ്റ് ഡോട്ട് ചെയ്ത പോലെ മുകളിലായിട്ടും ഞാൻ ഈ ഗ്യാപ്പിൽ വൈറ്റ് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ ക്യാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ക്യാനിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അടിച്ച് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലെ ബ്രഷ് സ്റ്റാൻഡ് പെൻ സ്റ്റാൻഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.